കുവൈറ്റ് NSS സ്നേഹവീട് പദ്ധതി പ്രകാരം ചേർത്തല തിരുവിഴ സ്വദേശിനിയായ വയോധികയ്ക്ക് വീടൊരുങ്ങുന്നു. ദൈവാനുഗ്രഹമായിരിക്കുന്ന ഒത്തിരി കഴിവുകളുണ്ട്. പണം ലഭിക്കും, മറ്റു ചില കഴിവുകളുണ്ടാകും. പക്ഷേ അത് മറ്റുള്ളവർക്ക് കൂടി പ്രയോജനപ്രദമായ രീതിയിൽ പ്രയോജനപ്പെടുത്തണം എന്ന് വിചാരിച്ചതുകൊണ്ടാണ് കുവൈറ്റ് നായർ സമാജം ഇങ്ങനെയൊരു വീടിനുള്ള സാങ്ഷൻ നൽകിയത്. അതിന് വേണ്ടി മുന്നിട്ടിറങ്ങിയ ഗുണപ്രസാദ് നായർ അവരുകളെയും ഞാൻ നിങ്ങളുടെ എല്ലാവരുടെയും പേരിൽ അനുമോദിക്കുകയാണ്. ഇനി 15ഓളം വീടുകൾ നൽകാനുണ്ട്. അപ്പോൾ ഞങ്ങൾ ആവശ്യപ്പെടുകയാണ്, ഈ 15 വീടും ചേർത്തല താലൂക്കിലെ 78 കരയോഗങ്ങളുണ്ട്. അപ്പോൾ 78 കരയോഗങ്ങളിലുള്ള ആളുകൾക്ക് കൂടി അത് പ്രയോജനപ്പെടുത്താൻ വേണ്ട കാര്യങ്ങൾ നൽകണമെന്ന് ഗുണപ്രസാദ് നായരോട് ഞാൻ നിങ്ങളുടെ എല്ലാവരുടെയും പേരിൽ അഭ്യർത്ഥിക്കുന്നു. പണമുണ്ടായതുകൊണ്ട് മാത്രം കാര്യമില്ല. അവർ പറഞ്ഞു 4000ഓളം വരുന്ന സമുദായങ്ങളുടെ ഒരു വലിയ കൂട്ടായ്മയാണ് കുവൈറ്റ് നായർ സമാജം. അപ്പോൾ അവർ ഓരോ വർഷവും ഒത്തിരി കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ കുവൈറ്റിലൊക്കെ പോയി ഒരു കാലഘട്ടത്തിൽ അറിയാം, കുവൈറ്റ് യുദ്ധമൊക്കെ ഉണ്ടായ അവസരത്തിൽ പോലും ജീവൻ പണയം വെച്ച് ജീവിച്ച ആളുകളാണ് ഇവരൊക്കെ. അപ്പം ഇപ്പോൾ ഭംഗിയായ രീതിയിൽ അവരവിടെ കാര്യങ്ങളൊക്കെ നിർവഹിക്കുന്നു. അവിടെ മാത്രമല്ല, മറ്റുള്ള ഇന്ത്യയിൽ ജീവിക്കുന്ന, കേരളത്തിൽ ജീവിക്കുന്ന, നമ്മുടെ പ്രദേശത്ത് ജീവിക്കുന്ന ആളുകൾക്ക് കൂടി ഇതിൻ്റെ പ്രയോജനം ലഭിക്കണമെന്ന രീതിയിൽ അവർ പ്രവർത്തിക്കുന്നുണ്ട്. അതിൽ അവരെ അനുമോദിക്കുന്നു. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുമാതിരി ഇതുപോലുള്ള വീടുകൾ ഇപ്പോൾ ചേർത്തല NSS യൂണിയന് ഈ മാരാരിക്കുളത്തും അതുപോലെ തന്നെ ഉളവയ്പ്പിലും ഒക്കെ വീട് വെച്ചു കൊടുത്തു. ഇനിയും വെച്ച് കൊടുക്കണം എന്നുള്ള ആഗ്രഹം ഞങ്ങൾക്കുണ്ട്. കുവൈറ്റ് NSS സ്നേഹവീട് പദ്ധതി പ്രകാരം തിരുവിഴ സ്വദേശിനിയായ വയോധികയ്ക്ക് വീടൊരുങ്ങുന്നു. തിരുവിഴ 1604 NSS കരയോഗാംഗമായ പേരയിൽ വീട്ടിൽ കോമളത്തിനാണ് NSS വീട് നിർമ്മിച്ചു നൽകുന്നത്. സ്നേഹഭവനത്തിന്റെ ശിലാസ്ഥാപനം NSS ചേർത്തല താലൂക്ക് യൂണിയൻ പ്രസിഡന്റ് പ്രൊഫസർ ഇലഞ്ചിയിൽ രാധാകൃഷ്ണനും കുവൈറ്റ് NSSന്റെ എക്സിക്യൂട്ടീവ് അംഗം ഗുണപ്രസാദ് നായരും ചേർന്ന് നിർവഹിച്ചു. കരയോഗം പ്രസിഡന്റ് M രമേഷ് കുമാർ അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി അപ്പുക്കുട്ടൻ നായർ സ്വാഗതവും അട്ടക്കുഴിക്കാട്ട് കുടുംബയോഗം സെക്രട്ടറി മുരളീകൃഷ്ണൻ നന്ദിയും പറഞ്ഞു. മരലകം വടക്ക് ഗ്രാമപഞ്ചായത്ത് അംഗം സജിമോൻ, KPCC സെക്രട്ടറി B ബൈജു, സർവോദയ സംഘം ജില്ലാ പ്രസിഡന്റ് മഴുവക്കാട്ട് ഈശ്വരക്കുറുപ്പ് ഉത്തമക്കുറുപ്പ്, പൊതുപ്രവർത്തകൻ കാർത്തികേയൻ, ഭാരത് ഏജൻസീസ് MD ജയരാജ് ചാരങ്കാട്ട്, NSS താലൂക്ക് യൂണിയൻ കമ്മിറ്റി അംഗങ്ങളായ N രാമേന്ദ്രൻ, B ശ്രീകുമാർ എന്നിവർ പങ്കെടുത്തു. കുവൈറ്റിൻ്റെ കമ്മിറ്റി അംഗങ്ങളും അതിൻ്റെ ഭാരവാഹികളും ഏൽപ്പിച്ച ഒരു ഉത്തരവാദിത്വമായി കരുതുന്നതിലും ഉപരിയായി നമ്മുടെ നാട്ടിൽ കഷ്ടത അനുഭവിച്ചു കഴിഞ്ഞ ഒരു അമ്മയുടെ ഒരു വേദനയുടെ ഒരു അവസാനമായിട്ടാണ് ഞാൻ ഇതിനെ കണക്കാക്കുന്നത്. ഇതോടുകൂടി ആ അമ്മയ്ക്ക് മിനിമം ജീവിക്കാൻ ഒരു കുടിൽ നിർമ്മിച്ചു നൽകാൻ NSS കുവൈറ്റിന് നൽകിയത് വലിയൊരു അഭിമാന നിമിഷമായി ഞാൻ കണക്കാക്കുകയാണ്. ഈശ്വരൻ ഒരുത്തരെയും ഒരു കുഞ്ഞിനെയും പാവപ്പെട്ടവനോ പണക്കാരനായിട്ട് ജീവിതത്തിൽ ഭൂമിയിൽ സൃഷ്ടിക്കുന്നില്ല. എല്ലാവരും ചില ദുർബല നിമിഷത്തിൽ ചില കാരണത്താൽ ചില ഭാഗ്യവശാൽ പണക്കാരനായി വരുന്നു, ചിലർ പാവപ്പെട്ടവനായി പോകുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഞാനും അങ്ങനെ തന്നെ ഒരു സാധാരണ കുടുംബത്തിൽ നിന്നും വളർന്ന ഒരു വ്യക്തിയാണ്. NSS കുവൈറ്റിന് ഏകദേശം 4500ഓളം സമുദായാംഗങ്ങൾ ഇന്ന് നിലവിലുണ്ട്. ആ 4000-ൽ ഏകദേശം ഒരു 38-39 എക്സിക്യൂട്ടീവ് മെമ്പേഴ്സും, അതിൽ ഈ ഭവന നിർമ്മാണ പദ്ധതി ഞങ്ങൾ അനൗൺസ് ചെയ്യുന്നത്, ഞങ്ങൾ പുറം ലോകത്തെ അറിയിക്കുന്നത് 2023 നടന്ന മന്ദൻ ജയന്തി ആഘോഷത്തോടനുബന്ധിച്ചാണ്. ഇങ്ങനെ ഒരു ഭവന നിർമ്മാണം നമുക്ക് നാട്ടിൽ, നമ്മുടെ സമുദായത്തിൽ കൂടെ ഒത്തിരി പാവപ്പെട്ട ആൾക്കാർ കഴിയുന്നുണ്ടെന്നും അവർക്ക് ഭവനത്തിന് ബുദ്ധിമുട്ടുണ്ടെന്നും അവർക്ക് ഒരു വീട് വെച്ച് കൊടുക്കണമെന്നും എന്നൊരു സന്ദേശം കമ്മിറ്റി അറിയിക്കുന്നത് അവിടുത്തെ ചില സമുദായ അംഗങ്ങൾ മുഖേനയാണ് നമ്മളിങ്ങനെ ഒരു പദ്ധതിയിലോട്ട് ഇടുന്നത്. പക്ഷെ അതിനു മുമ്പും ജീവകാരുണ്യ പ്രവർത്തനമായിട്ട് ഒത്തിരി നല്ല കാര്യങ്ങൾ NSS കുവൈറ്റ് വർഷങ്ങളായി ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇന്നും ഏകദേശം ഒരു 160-170 കുട്ടികളോളം NSS കുവൈറ്റ് ഇന്ന് അവിടെ നിന്നുകൊണ്ട് പഠിപ്പിക്കുന്നുണ്ട്.